ബ്ലാക്ക് ലീഫ് പറഞ്ഞ സംഭവമാണ്. ഓക്കെ. ബ്ലാക്ക് ലീഫിനൊക്കെ എന്താ കുഴപ്പമെന്നറിയോ? ബ്ലാക്ക് ലീഫ് അതേപോലെ എഡോക്കൊക്കെ എന്താ വെച്ചാൽ ഇതിന് മരുന്ന് കൊടുക്കാണ്ടത് കായ്ക്കൂല. നമ്മളിപ്പോൾ മാവിനൊക്കെ കൾട്ടാർ കൊടുക്കണ്ടല്ലോ, അതേമാതിരി മരുന്ന് കൊടുത്താൽ മാത്രമേ ഈ എഡോ അതേമാതിരി ബ്ലാക്ക് ലീഫൊക്കെ കായ്ക്കുന്നുള്ളൂ. ഇപ്പോൾ പുതിയ 3 വെറൈറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. ജാർവി വൈറ്റ്, ജാർവി റെഡ്, ജപ്പാൻ പേരൻ്റെ വൈറ്റ്, 3 വെറൈറ്റി ഇപ്പോൾ തൈകൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കണ്ടോ ഇതേപോലെ പൂവിട്ട തൈകൾ നമ്മൾ കൊടുക്കുന്നത് 350 രൂപക്കാണ്. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ സാധാ ചോദിക്കും തായ് പിങ്ക് അതേപോലെ VNR ഇതൊക്കെ നമ്മൾ 150 രൂപക്കാണ് കായോടുള്ള തൈകൾ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉള്ള കായ്ക്കണ ഒരാൾ പറയണം ഇന്ന വീട്ടിലുണ്ട് നല്ല മാങ്ങ ടേസ്റ്റുള്ള മാങ്ങ എന്ന് പറയും. അതിമെന്നൊക്കെ കമ്പെടുത്ത് ചെയ്യണ ഒരു ഗുണങ്ങൾ ചിലപ്പോൾ തായ്ലൻഡിൽ നിന്ന് ഒരുപാട് വെറൈറ്റി മാങ്ങ വരുന്നുണ്ട്. പക്ഷേ ഒരു മാങ്ങ അതായത് ഒറ്റ മാവ് ബനാന മാങ്കോ, ഏകദേശം ഉദാഹരണം പറഞ്ഞാൽ ബനാന മാങ്കോ, അതിന് 5 പേരിൽ ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ സാധനം വന്നുകൊണ്ട്. അതേപോലെ നമ്മൾ കിയോസാം റോഡ്, ജയൻ്റ് ഐവറി, പിന്നെ എന്തൊക്കെ പറഞ്ഞു അതിലെന്തെങ്കിലും പല കമന്റുകളും ഇനി വരാണ്ടാവും. എന്തായാലും നമ്മളെ അനുഭവം വെച്ചിട്ട് നമ്മൾ പറയണേ. പലർക്കും പല അഭിപ്രായങ്ങളും പറയാം. പക്ഷെ ഞാൻ പറയണു ഒരു പേരിൽ ബനാന മാങ്കോക്ക് 5 പേരിലൂടെ മാങ്ങ ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ മിയാസാക്കി അതേ പേരിൽ പലതും ഇറങ്ങുന്നുണ്ട് ഇവിടെ. അതേപോലെ തന്നെയാണ് മറ്റേ കിയോ സാംറോസ്. ആദ്യം കിയോ സാംറോഡ് അതിനിപ്പോൾ കിയോ സാംറോസ് ആയിട്ടുണ്ട്. പിന്നെ ജയൻ്റ് ഐവറി, പിന്നെ 3 ടേസ്റ്റ് മാങ്കോ, ഏകദേശം എല്ലാം ഒന്നാണെന്നുള്ളതാണ് അത്യാവശ്യം ഇതിനെപ്പറ്റി പഠിച്ച ആളുകളുടെ അഭിപ്രായം. പല ആൾക്കാരും പല അഭിപ്രായം പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതിന് വലിയ കമൻറ്റും പിന്നെ ഇതിനെ മറുപടി ആയിട്ട് വേറെ വീഡിയോയിലൊക്കെ വരാൻ ചാൻസ് ഉള്ള സംഗതി. എന്തായാലും ആളുകൾ എപ്പോഴും അറിഞ്ഞും കണ്ടും വാങ്ങാം. കാരണം ഒരേ സാധനം 4-5 മാവ് വെച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ പല പല വെറൈറ്റികളും വെക്കാൻ നോക്കാം. മാങ്ങയിൽ ടേസ്റ്റിലും കാര്യങ്ങളും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ വലുപ്പത്തിലൊക്കെ മാറ്റം നോക്കിയിട്ട് നല്ല മാവുകൾ നോക്കി തൈകൾ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് 750 രൂപക്കാണ്. 750 രൂപ. അത് പല ആളുകളും കമൻറ്റ് പറയുന്നുണ്ട്. ഒരു വാഴക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ തായ്ലൻഡിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇവിടെ ഏകദേശം മലപ്പുറം ജില്ലയിലുള്ള എല്ലാവരുടെ അടുത്തുള്ള എൻ്റെ തൈകളാണ് എത്തിയിട്ടുണ്ടാവുക. ആരെന്ത് പറഞ്ഞാലും ഈ തൈകളാണ് എത്തിയിട്ടുണ്ടാവുക. കാരണം എൻ്റെ അടുത്ത് അത്രയും മുന്നേ അവിടെ സാധനം എത്തിച്ചു. 700 തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് ഒറ്റ വർഷം വാഴ പോലെ, സാധാ വാഴ പോലെ തന്നെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഫസ്റ്റിൽ ഇത് കൊടുത്തത് 2000 രൂപക്കാണ്. പിന്നെ 1000 ആയി ഇങ്ങനെ വന്നതാണ്. ഈ സമയത്ത് ഞാൻ ആ 2000-ന് കൊടുത്ത ആളുകളെ കയ്യിൽ നിന്ന് 500 രൂപയായിട്ട് 10, 20, 50 തൈ വാങ്ങിയ ആളുകളുണ്ട്. ഞാൻ വാങ്ങിയിട്ടുണ്ട്, തിരിച്ച് വാങ്ങിയിട്ടുണ്ട്. അവർക്ക് 2000 മുടക്കുള്ളൂ. പക്ഷെ അവർക്ക് 10,000, 20,000 ഞാൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്താണ്, ഇതിപ്പോൾ 750 വാങ്ങിയാലും ഒരു 250-300 രൂപയ്ക്ക് ഇത് കൊലച്ച് വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വാങ്ങും. ആരാണെങ്കിലും നമ്മൾ എടുക്കാൻ റെഡിയാണ്. പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ നമ്മളെ റഷീദ് ഖാൻ്റെ ഫാമിലാണ് കേട്ടോ. ഫാം ആൻഡ് നഴ്സറി എന്നൊക്കെ പറയാം. ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു അടിപൊളി ഫാം ആൻഡ് നഴ്സറി കൂടിയാണിത്. മലപ്പുറം ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് ഇവിടുത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ പുതിയ വിശേഷങ്ങളും ഒരുപാട് പ്ലാന്റുകളും ഏതൊക്കെയാണ് ഫ്രൂട്ടായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് റേറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഫ്രൂട്ട് തൈകളൊക്കെ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് എന്തായാലും ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക. ഞാൻ റഷീദ്, മലപ്പുറം റസീൻ എക്സോട്ടിക്, മലപ്പുറം ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് റസീൻ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഫാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസൊക്കെ. ഏതായാലും ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇത് കൊടംപുളിയാണ്. ഇതിലുണ്ടോ നമ്മൾ ഈ വരുന്നത് ഈ തടിമ്മൽ ഇത് നീര് ഊറ്റി കുടിക്കുന്ന ഒരു ജന്തുവാണ്. ഓക്കെ, കൊടംപുളിയിലാണോ പൊതുവെ ഇത് കാണാൻ? അല്ലല്ല, ഇത് ഈ ഒരു ഫാമിലി പെട്ടിയിൽ കുറേ സംഭവത്തിൽ വരുന്നുണ്ട്. ചിലതിലൊക്കെ വരുന്നുണ്ട്. ഇത് എവിടെയും കയറി കൂടി കഴിഞ്ഞാൽ നീരിനെ വലിച്ചെടുക്കണം. തടീന്ന് നീരിനെ വലിച്ചെടുത്ത് ഇതൊരു ജന്തുവാണ്. കണ്ടതോ, ഒരു ജീവിയെ തോന്നൂല. കണ്ടോ. അപ്പം ചോദിക്കും എന്താണ് ഇതിങ്ങനെ എത്ര കാലമായിട്ട് ഇങ്ങനെ കിടക്കുമെന്ന് ചോദിക്കും. ഇത് നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാത്തൊരു മരമായിരുന്നു. ഇപ്പൊ ഇവിടെ കൊടുന്ന് വെച്ചതാണ്. ട്രീറ്റ്മെന്റിന് വേണ്ടി വേറെ സ്ഥലത്തായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധ വരാതെ അങ്ങനെ കിടന്നു. അങ്ങനെ ഇവിടെ നിർത്തലില്ല. അപ്പൊ എന്തായാലും സ്പ്രെഡായി പോകുന്ന അടുത്തുള്ള മരത്തിനൊക്കെ ബാധിക്കും. ഇതിനിപ്പോ എന്താ നമുക്കൊരു പ്രതിവിധിയായിട്ടുള്ളത്? ഇതിപ്പോ നമുക്ക് ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാലേ ഇതിനെ മൊത്തം എടുത്തിട്ട് കളയാം. എന്താ ഇതേപോലെ എടുത്ത് കളയാനുള്ള സംഭവം ഉള്ളത്. അതായത് നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് കളഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ല. ഇതിനെടുത്ത് കളഞ്ഞിട്ട് നല്ല ശരിക്ക് നല്ലൊരു പിന്നെ കീടനാശിനി കലക്സോ അല്ലെങ്കിൽ ഇതോ ഏതെങ്കിലും നല്ല ഒരു പിന്നെ ഒരുപാടുണ്ടല്ലോ, അതിലേതെങ്കിലും നല്ലൊന്ന് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നല്ല പിന്നെ ഫംഗസൈഡ് സാഫ് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതിയല്ലേ? പോവും. ഇതെന്തായാലും പോവും.
ഓക്കെ. അത് ഇത് കളയാതെ ഇതിന്റെ മുകളിൽ കൊടുത്താലും ചിലപ്പോൾ വീണ്ടും അതിന്റെ ബാക്കി വരും. പിന്നെ പഴങ്ങളൊന്നുള്ള സമയത്താണെങ്കിൽ ചെയ്യാതിരിക്കുക, കായകളൊക്കെ ഉള്ള സമയത്ത് ചെയ്യാക്കുക. കാരണം ആ വിഷം കൂടി നമുക്ക് ഇതാകണ്ടല്ലോ. എന്തായാലും ഇപ്പം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി, ഈ വിഷങ്ങളൊക്കെ ഉള്ള സമയത്തും ഇങ്ങനത്തെ സംഭവങ്ങൾ പഴങ്ങളുള്ള സമയത്തും പല ഫാമുകളിലും ആ സമയത്തും വിഷം അടിച്ചിട്ടാണ് ഇതൊക്കെ നമുക്ക് കായ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിഷം നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും പഴങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് ചെയ്യാം. എന്നാൽ നമുക്ക് നല്ല ഫ്രൂട്ട് കഴിക്കാം. അല്ലെങ്കിൽ കുടംപുളി ആണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണതിലൊക്കെ എല്ലാ വിഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കംപ്ലൈൻറ്റും തീരും. ഇത് ഏത് മരത്തിൽ വന്നാലും പെട്ടെന്ന് ചിലപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ, ആ ഒന്നിനും ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ ആ മരത്തിൽ വരുന്നില്ല. അതെങ്ങനെയെങ്കിലും മറ്റുള്ളതിൽ കൂട്ടത്തിൽ വന്നതാവും, അല്ലെങ്കിൽ ഉറുമ്പുകളാണ് ഇത്. കുറേ ഇതിൻ്റെ മറ്റ് 2-3 ടൈപ്പ് ഉണ്ട് ഇതിൽ. അതിലൊന്ന് എന്തായാലും ഉറുമ്പാണ്. ഇതിൻ്റെ പരാഗണങ്ങളല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കണവും കാര്യങ്ങളൊക്കെ ഉറുമ്പാണ്. നമ്മുടെ റഷീദ് ഖാൻ്റെ നേഴ്സറിയോട് ചേർന്നിട്ട് തന്നെ റഷീദ് ഖാൻ ഒരുക്കിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ റഷീദ് ഖാൻ എല്ലാം ഒരു മുക്കും മൂലയും മാക്സിമം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് അന്ന് പറ്റിയ ഫാൾട്ടുകളാണ്. അകലം ഇപ്പോഴും കാലം കുറവാണ്. പക്ഷെ ഞാൻ എന്താ വെച്ചാല് ഇതൊക്കെ എന്റെ മദർ പ്ലാന്റുകളായിട്ട് വെച്ചാൽ ലോങ്ങനൊക്കെ അത്യാവശ്യം അകലം പോരെ മതി പ്രൂൺ ചെയ്യണം. ഇത് മതി. ശരിക്ക് പിന്നെ 100% കിട്ടുന്നത് 30% കുറഞ്ഞാലും നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. കാരണം കിളികളെ ശല്യം വാലട്ട് കൊടുക്കാനൊക്കെ നല്ല ഉഷാറാവും. അപ്പൊ ഇതിലും കുറച്ച് അകലത്തിലാക്കിയിട്ട് വെക്കാം. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഇതിമൊന്നൊക്കെ കമ്പെടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 1000 രൂപ 1500 രൂപ കൊടുക്കുന്ന തൈകൾ, കുറച്ചും കൂടി വലിയ തൈകൾ 300, 350, 400 വരെയുള്ള തൈകളുണ്ട്. എന്നാലും കുറച്ചൊരു മെച്ചൂറായ നല്ല തൈകൾ വെച്ചാണത്. അപ്പോൾ ഇതിനെ അവിടെ ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്, ഏകദേശം കുറെ കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നല്ല പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ ഈ അടിപൊളി ബുഷായിട്ട്. അതെ ഇതൊക്കെ ഉണ്ടോ. ഇത് ഡയമണ്ട് റിവർ ആണ്. ഇത് നമ്മളെ ബ്ലാക്ക് ലീഫ് പറഞ്ഞ സംഭവമാണ്. ബ്ലാക്ക് ലീഫിനൊക്കെ എന്താ കുഴപ്പമെന്നറിയോ, ബ്ലാക്ക് ലീഫ് അതേപോലെ എഡോക്കൊക്കെ എന്താ വെച്ചാൽ ഇതിന് മരുന്ന് കൊടുക്കാണ്ടത് കായ്ക്കൂല. നമ്മളിപ്പോൾ മാവിനൊക്കെ കൾട്ടാർ കൊടുക്കണ്ടല്ലോ, അതേമാതിരി മരുന്ന് കൊടുത്താൽ മാത്രമേ ഈ എഡോ അതേമാതിരി ബ്ലാക്ക് ലീഫൊക്കെ കായ്ക്കുന്നുള്ളൂ. ഇതിന്റെ കൂടെ നമ്മൾ പരിപാലനത്തിന് നിൽക്കണം. അതായത് പറഞ്ഞ കായ്ക്കാനുള്ള മരുന്ന് കൊടുക്കണം, എന്നാലേ ഇത് ശരിക്കും കായ്ക്കുള്ളൂ. അല്ലെങ്കിൽ നല്ല അത്യാവശ്യം വലിയ മരങ്ങളായിട്ട് കായ്ക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് നമുക്കിത് തോന്നിയിട്ടില്ല. പക്ഷെ ഇതിന്റെ തൈകൾ ഇഷ്ടം പോലെ തൈകളുണ്ട് ഉണ്ടാക്കിയിട്ട്. നമ്മൾ 600 രൂപക്കാണ് ഇതിന്റെ തൈകൾ കൊടുക്കുന്നത്. ആ റേഞ്ച് വരുന്നുള്ളൂ. ഈ കൾട്ടാർ കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കേണ്ട രീതിയൊക്കെ എങ്ങനെയാണ്? കൊടുക്കേണ്ട രീതി നമ്മൾ മണ്ണില് കുഴി കുത്തിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള സിസ്റ്റങ്ങളാണ്. അല്ലാതെ ഇതിന് കായ്ക്കണം അങ്ങനെയൊക്കെ കായ്പ്പിക്കാതെ കായ്ക്കണം തന്നെ ഇഷ്ടംപോലെ. ഒന്നിങ്ങനെ വരി കണ്ടോ, ഇതിപ്പോ നമ്മള് ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇനാണത്. അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഒരു പഴം, ഡബിൾ ലോങ്ങൻ. ഈ സംഭവം കണ്ടോ, അത് ഇത്രയേ ഉള്ളൂ. കണ്ടോ മരം കണ്ടില്ലേ, മൂടിയിട്ടുണ്ടല്ലേ. ഇതെന്താ വെച്ചാല് അത്യാവശ്യം നല്ല സീഡ് ചെറുതാണ്, നല്ല ഫ്ലഷും കിട്ടുന്നുണ്ട്, നല്ലൊരു വെറൈറ്റിയാണ് ഇത്. അതേപോലെ കണ്ടോ, ഇതാണ് എഡോ സ്റ്റാർ എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും തായ്വാൻ ലോങ് എന്ന് പറഞ്ഞ സാധനമാണ്. എഡോ സ്റ്റാർ എന്ന് നമ്മൾ ഇവിടുത്തെ പേരാണ്. എന്തായാലും ഇതും ഇതേപോലെ തന്നെയാണ്, പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യണ, അത് വൈറ്റ് റൂബി പിംപോങ് 4 സീസൺ എന്നൊക്കെ പറയുന്നത് ശരിക്കും കൊമേഴ്സ്യലല്ല. അതിൽ 4 സീസൺ ചെയ്യാൻ പറ്റും. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനും പെട്ടെന്ന് കായ് കിട്ടാനും കഴിക്കാനും പറ്റിയ ഇനങ്ങളാണത്. പ്രശ്നമല്ല. ഇല്ല, കൊമേഴ്സ്യലായിട്ട് ചെയ്യണേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിക്കുന്നത് ഡബിൾ ലോങ്ങിനെയും എഡോ സ്റ്റാറിനെയാണ്. ഈ രണ്ട് വെറൈറ്റി അല്ല, ഇതൊക്കെ ഇത്രയും ഹൈറ്റ് ഉള്ളൂ. അതെ, മണ്ണിൽ വെച്ചിട്ട് തന്നെ ചെറുതിന്റെ അടുത്ത് കവറിൽ കാഴ്ചയുണ്ടല്ലേ. ഇതൊക്കെ നമ്മുടെ എത്ര പ്രായമുള്ള തൈകൾ വെച്ചതാ? ഇതിപ്പോ ഒരു ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. 1.5 വർഷമായ മരമാണ്. കാരണം ഞാൻ കവറിൽ വെച്ച് വലുതാക്കി ഇപ്പൊ നമ്മളൊരു 1000 ഞാൻ പറഞ്ഞ 1000 റേഞ്ചിലൊക്കെ കൊടുക്കുന്ന തൈകളാണ്, അത് വെച്ചതാണ് ഇപ്പൊ ഈ സംഭവം. നമ്മുടെ ലോങ്ങൻ പ്രേമികൾക്ക് എടുക്കാവുന്ന 2 വെറൈറ്റി ആണ് കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ. ഇതിപ്പോ ഒരു ബിസിനസ്, ഒരു വരുമാനം കിട്ടണം എന്നുള്ള ഇതിൽ ചെയ്യാൻ പറ്റിയ 2 വെറൈറ്റിയാണത്. എന്നാൽ വീട്ടിൽ വെക്കും ചെയ്യാം. അതിപ്പോ അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. ഇപ്പൊ റംബുട്ടാനൊക്കെ സ്വന്തം വീട്ടിലത്തെ ആവശ്യത്തിന് ചെയ്യണോലും കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് ഷോപ്പിലൊക്കെ ലോങ്കൻ വന്ന് തുടങ്ങി. ഇത് കണ്ടോ, ഇത് നമുക്ക് ഫിങ്ക് ഫ്ലഷ് ഉള്ളതാണ്. അതായത് നമ്മൾ ഇതിന്റെ അകത്തേ നമ്മൾ ഫ്ലഷ് വൈറ്റ് അല്ലേ വരിക, ഇത് പിങ്ക് കളർ ഫ്ലഷ് വരിക. പിന്നെ അതേപോലെ ഇത് എഡോ സ്റ്റാർ ആണ്. പിന്നെ ഇത് കണ്ടോ, ഇത് പുതിയൊരു വെറൈറ്റിയാ. ഹൈ റേഞ്ച് ഫ്ലോർ ആണ് പുതിയൊരു വെറൈറ്റി. ഇതിന്റെ റിസൾട്ടോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും കാഴ്ചന്റെ ശേഷം ഇത് നിർത്തണോ വേണ്ടോ ചായ ഉണ്ടാക്കണോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ വെയിലിന്റെ നല്ലൊരു അനുഗ്രഹം. അതെ, ഇത്
ഇത് പിന്നെ വെറൈറ്റി നോക്കേണ്ടത് ഇത് ബ്ലാക്ക് ലീഫ് തന്നെയാണ്. ബ്ലാക്ക് ലീഫ് തന്നെയാണല്ലോ. ഓക്കെ. ഇത് പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ വൈറ്റിൻ്റെ പോലെയാണ് ലീഫും കാര്യങ്ങളും. ദുരിയോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതും കുറച്ച് പെട്ടെന്ന് നേരത്തെ കായ്ക്കുന്നുണ്ട്. നമ്മളിവിടെ റിസൾട്ട് എത്തിയിട്ടുള്ളത് റിസൾട്ട് ഉണ്ട്, എനിക്കിവിടെ കായ്ച്ചിട്ടുണ്ട്, കിട്ടിയതാണല്ലോ. പിന്നെ ഇതുണ്ടത് പേരക്ക. ഇത് ഏത് പേരാ? ഇതാണ് ജാർവി റെഡ് എന്ന് പറഞ്ഞ പേര. അതായത് ജപ്പാൻ പേരൻ്റെ കാട്ടി ഒന്നും കൂടെ ഗുണം. ജപ്പാൻ പേരക്ക് എല്ലാവർക്കും ചൂടിൽ കായ് പിടുത്തമില്ല, കായ് കൊഴിയാണെന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഗുജറാത്തിലൊക്കെ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. ജാർവി റെഡ് ഉണ്ട്, ജാർവി വൈറ്റ് ഉണ്ട്. രണ്ടും നല്ല കായ്. അതുകൊണ്ട് ഇത്രയും ചെറിയ തൈയിൽ സീഡ് കുറവാണ്, സീഡ് കുറവാണ്, നല്ല സൈസുമാണ്, ക്രിപ്സിയാണ്. ജപ്പാൻ പേര കഴിക്കണം അതേ ടേസ്റ്റുമാണ്. അപ്പൊ ജപ്പാൻ പേരക്ക് ഒരു ഒന്നും കൂടെ ഒരു, അതായത് കായപിടുത്തം കുറവ് എന്ന് പറഞ്ഞല്ലോ, അതിനൊരു പകരക്കാരൻ വന്ന സംഭവമാണ്. ഇതിലിപ്പോ ജാർവി ഇപ്പൊ പുതിയ 3 വെറൈറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. ജാർവി വൈറ്റ്, ജാർവി റെഡ്, ജപ്പാൻ പേരന്റെ വൈറ്റ്, 3 വെറൈറ്റി ഇപ്പോൾ തൈകൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ കണ്ടോ ഇതേപോലെ പൂവിട്ട തൈകൾ നമ്മൾ കൊടുക്കുന്നത് 350 രൂപക്കാണ്. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ സാധാ ചോദിക്കും തായ് പിങ്ക്, അതേപോലെ VNR, ഇതൊക്കെ നമ്മൾ 150 രൂപക്കാണ് കായോടുള്ള തൈകൾ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഈ റബ്ബർ പ്ലാന്റ് ചെയ്യുമല്ലോ, റബ്ബർ പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടവേളായിട്ടാണ് വെക്കുകയാണ് പൈനാപ്പിൾ. അതേപോലെ ഈ മരങ്ങളൊക്കെ വലുതാവുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇത് അതേപോലെ സൈഡിലൊക്കെ ഈ പൈനാപ്പിൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ അടുത്തൊരു 10-20ഓളം വെറൈറ്റി പൈനാപ്പിൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ മരങ്ങളൊക്കെ വലുതാകുമ്പോഴത്തേന് ഇതിൻ്റെ പൈനാപ്പിൾ പറിച്ച് കഴിക്കാൻ പറ്റും. ഇത് അതേപോലെ പാകിസ്ഥാൻ ലെമൺ എന്ന് പറഞ്ഞ ലെമണാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചെറുതന്നെ നല്ല കായ് പിടുത്തണുണ്ടോ. ഇതിപ്പോൾ ചെറിയ മരം അതിപ്പോൾ വെച്ചതാണ് കേട്ടോ, ഇതിലൊക്കെ നിറയെ കായുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകം എന്താ പറയുക, ഇത് നമ്മൾ തൊലി, നമ്മൾ സ്കിന്ന് എങ്ങനെയാ വെച്ചാൽ ഇതിൻ്റെ നമ്മളെ ബുഷ് ഓറഞ്ചിൻ്റെ സ്കിന്ന് പോലെയാണ് ഇതിന്. ഇത് കട്ട് ചെയ്താൽ ചെറുനാരങ്ങ, സെയിം ചെറുനാരങ്ങ അച്ചാറിടാനൊക്കെ ഏറ്റവും ടോപ്പ് ഇതാണ്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പാകിസ്ഥാൻ ലെമൺ. ഈ പാകിസ്ഥാൻ ലെമണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ചെറുത് കുഞ്ഞു തൈ, അതായത് ഗ്രാഫ്റ്റ് ചെയ്ത് ചെറിയ കുഞ്ഞു തൈയിൽ വരെ കായ വരുന്നുണ്ട്. ഇതിനൊക്കെ തൈ നമുക്ക് എത്ര രൂപ? ഇതിൻ്റെ തൈ ചെറിയ തൈ ആണെങ്കിൽ 150 രൂപ. പിന്നെ ഇതേപോലത്തെ മെച്ചൂറായ നല്ല തൈകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 400 രൂപക്കാണ്. നല്ല തൈ, നല്ല വലിയ തൈകൾ കേട്ടോ. അതായത് 150 രൂപ മുതൽ തൈകളുണ്ടെന്ന് പറയാം. ഇതാ മീട്ട ലെമൺ ആണ്. ഇത് പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ഡബിൾ മൊഹായി എന്ന് പറഞ്ഞാൽ 2 കൊല വരുന്നത്, ഒന്നിൽ തന്നെ 2 കൊല വരുന്നത് ആ വാഴകളാണ് ഈ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഡോർഫ്, തായ്മൂസ എന്ന് പറഞ്ഞാൽ ചെറുത് കുള്ളനായിട്ട് കഴിക്കണം, അതുകൊണ്ട്. പിന്നെ ബ്ലാക്ക് സുർനാമാണ്. ഇത് നമ്മൾ ആസാം ലെമണാണ്. പിന്നെ ഇത് ഇതിൻ്റെ അകത്തേ നമ്മളെ തേങ്ങ, അതിൻ്റെ അകത്ത് നമ്മൾ ഫ്ലഷ് അല്ല, അതിൻ്റെ ഉൾഭാഗമൊക്കെ ഫുള്ള് റോസ് കളറാണ് വരിക. സാധാ കളറിലല്ലേ? പിങ്ക് കളറാണ് വരിക. അതായത് നമ്മുടെ തേങ്ങ തന്നെ പിങ്ക്. അതിൻ്റെ ഫോട്ടോ ഞാൻ തരാം, മനസ്സിലാവും. പിന്നെ ഇത് ഷോഗൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതും നല്ല ബുഷായിട്ട് വരുന്ന നല്ലൊരു ലോങ്ങനാണ്. പിന്നെ ഇതുണ്ടോ പിംപോങ്, കണ്ടോ അതൊക്കെ ഇപ്പൊ തന്നെ കായ് വന്നു കണ്ടോ. ഇത്ര ചെറിയ പ്ലാന്റ് അത് അതിലൊക്കെ പൂ വരുന്നുണ്ടോ കേട്ടോ. ഇനി പിംപോങ്ങിൻ്റെ തന്നെ റൂബി ഉണ്ട് അവിടെ അപ്പുറത്ത്. പിന്നെ കുറച്ച് മാവുകൾ വെച്ചു, ഒരു RT2, നമ്മൾ നല്ല മാവെന്ന് തോന്നുന്ന ഒരു പിന്നെ കാലാപ്പാടി, അതേമാതിരി ഒരു കാട്ടിമോനൊക്കെ പൂട്ട് തുടങ്ങിയിരിക്കുന്നല്ലേ. കാട്ടിമോനൊക്കെ നല്ലതാട്ടോ, സൂപ്പർ സംഭവമാണ് കാട്ടിമോൻ. നമ്മൾ അതും ഇതൊക്കെ വെക്കണമെന്നല്ല, ഇങ്ങനെ ഒരു 3-4 ഐറ്റങ്ങൾ മാവുകൾ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ നാട്ടിൽ ഉള്ള കായ്ക്കണ ഒരാൾ പറയണം എൻ്റെ വീട്ടിലുണ്ട് നല്ല മാങ്ങ, ടേസ്റ്റുള്ള മാങ്ങ എന്ന് പറയാം. അതിമൊന്നൊക്കെ കമ്പെടുത്ത് ചെയ്യണ ഒരു ഗുണങ്ങൾ ചിലപ്പോൾ തായ്ലൻഡിൽ നിന്ന് ഒരുപാട് വെറൈറ്റി മാങ്ങ വരുന്നുണ്ട്. പക്ഷേ ഒരു മാങ്ങ, അതായത് ഒറ്റ മാവ് ബനാന മാങ്കോ, ഏകദേശം ഉദാഹരണം പറഞ്ഞാൽ ബനാന മാങ്കോ, അതിന് 5 പേരിൽ ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ സാധനം വന്നുകൊണ്ട്. അതേപോലെ നമ്മൾ കിയോസാം റോഡ്, ജയൻ്റ് ഐവറി, പിന്നെ എന്തൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതിലെന്തെങ്കിലും പല കമൻറ്റുകളും ഇനി വരാണ്ടാവും. എന്തായാലും നമ്മളെ അനുഭവം വെച്ചിട്ട് നമ്മൾ പറയണേ. പലർക്കും പല അഭിപ്രായങ്ങളും പറയാം. പക്ഷേ ഞാൻ പറയണു, ഒരു പേരിൽ ബനാന മാങ്കോക്ക് 5 പേരിലൂടെ മാങ്ങ ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ മിയാസാക്കി അതേ പേരിൽ പലതും ഇറങ്ങുന്നുണ്ട് ഇവിടെ. അതേപോലെ തന്നെയാണ് മറ്റേ കിയോസാം റോസ്. ആദ്യം കിയോസാം റോഡ്, അതിനിപ്പോൾ കിയോസാം റോസ് ആയിട്ടുണ്ട്. പിന്നെ ജയൻ്റ് ഐവറി, പിന്നെ 3 ടേസ്റ്റ് മാങ്കോ, ഏകദേശം എല്ലാം ഒന്നാണെന്നുള്ളതാണ് അത്യാവശ്യം ഇതിനെപ്പറ്റി പഠിച്ച ആളുകളുടെ അഭിപ്രായം. പല ആൾക്കാരും പല അഭിപ്രായം പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതിന് വലിയ കമൻറ്റും ഇതിന് പിന്നെ ഇതിനെ മറുപടി ആയിട്ട് വേറെ വീഡിയോയിലൊക്കെ വരാൻ ചാൻസ് ഉള്ള സംഗതി. എന്തായാലും ആളുകൾ എപ്പോഴും അറിഞ്ഞും കണ്ടും വാങ്ങാം. കാരണം ഒരേ സാധനം 4-5 മാവ് വെച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ പല പല വെറൈറ്റികളും വെക്കാൻ നോക്കാം. മാങ്ങയിൽ ടേസ്റ്റിലും കാര്യങ്ങളും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ വലുപ്പത്തിലൊക്കെ മാറ്റം നോക്കിയിട്ട് നല്ല മാവുകൾ നോക്കി. ഇതാണ് തായ്ലൻഡ് മാർക്കറ്റ് ലെമൺ എന്ന് പറഞ്ഞാൽ വരുന്ന സംഭവം. ഇത് ഞാനെന്താ പറയുക, എനിക്കെൻ്റെ ഒരു അനുഭവം ഉണ്ടായാലും പറയാം. ഞാൻ ഈ തായ്ലൻഡ് മാർക്കറ്റ് ലെമൺ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് വാങ്ങി. എവിടുന്ന എന്താണെന്നുള്ളതില്ല, സ്ഥലം പറയാം.
ഏത് കടയിൽ നിന്നൊന്നും പറഞ്ഞില്ല. തൃശ്ശൂരിൽ ഞാൻ മാർക്കറ്റ് ലെമൺ ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയ സാധനം അത് സാധാ നമ്മളെ നാരങ്ങയായിരുന്നു, ചെറുനാരങ്ങയായിരുന്നു. അത് പിന്നെ ലീഫിൽ നമുക്ക് പിന്നെയാണ് വീണ്ടും മനസ്സിലായി വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ഞാൻ പല വീഡിയോയിലും കണ്ടു ഈ സാധാ നാരങ്ങ തായ്ലൻഡ് മാർക്കറ്റ് ലെമൺ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത്. ശരിക്കും ഇതിന് കായ്പിടുത്തം കണ്ടില്ലേ? ഇതിപ്പോ ഈ ഒരു മരത്തിൽ കായ് കണ്ടില്ലേ? അതുമല്ല, നല്ല നീരുള്ള നല്ല ഒരു വനാണ് ഇത് തായ്ലാൻഡിൻ്റെ ആണ്. ഇതേപോലെ തന്നെ തായ്വാൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്, അത് അവിടെ ഉണ്ട്, കാണിച്ചു തരുവാണെങ്കിൽ. അതിന്റെ തായ്വാൻ ഇത് സാധാരണ നാരങ്ങ പോലെ വരുന്നത്. തായ്വാൻ ഇതിന്റെ ഓറഞ്ച് പോലെ ഇതിന്റെ ബാക്ക് ഭാഗം ഉള്ളോട്ട് പോയി, പക്ഷെ അത് നല്ല റിസൾട്ടാണ്. നല്ല വെയിലുള്ളടുത്ത് വെച്ചാൽ നല്ല റിസൾട്ടാണ്. ഇതിൽ ഒരുപാട് പറ്റിക്കപ്പെടുന്നുണ്ട്, ഇതുള്ളത് പറയാലോ. ഇത് സാധാ ലെമൺ കൊടുത്തിട്ട്, പിന്നെ കൽക്കട്ടയിൽ നിന്ന് വരുന്ന ലെമൺ കൊടുത്തിട്ട് തായ്ലാൻഡ് ലെമൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ തായ്വാൻ ലെമൺ. ഇതിന് ഒരു ഏകദേശം ഇതിന്റെ ഇത്രയും കൂടി കൂടുതൽ വലുപ്പം വരും, സൈസ് കൂടുന്നുണ്ട്. ഇത് ലെമണിന്റെ എല്ലാ യൂസും ഉണ്ട്. അതായത് നമ്മൾ സീഡ്ലെസ് ലെമൺ ചില ആൾ പറയേണ്ടത് അത് ഭയങ്കര ഉറപ്പാണ്. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാ നാരങ്ങ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യാം. കണ്ടോ, ഇതാണ് ഈ ചെറിയൊരു മല. ഇങ്ങോട്ട് നോക്കി എത്ര കായുണ്ട് ഇതില്, കണ്ടോ? ഇതുണ്ടോ, ഇതാ ഇവിടെ കണ്ടോ, എന്താ ഈ ഒരു മരത്തിലുള്ള കായകളാണ്. എന്താ താഴെയും കണ്ടോ, താഴൊക്കെ കായുണ്ട്, എന്താ ഇവിടെയൊക്കെ കായുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് ഈ ഒരു പേരെന്നെ പറഞ്ഞിട്ട് പലതും ആളുകൾ വിൽക്കണമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ 100% വിശ്വാസത്തോടുകൂടിയാണ് ഈ സാധനം കൊടുക്കുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ട് പ്രത്യേകത ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുമല്ലോ. അത് ഓറഞ്ചിന്റെ ബാക്ക് ഉണ്ടല്ലോ, ഒരു കുഴിഞ്ഞിട്ടുള്ളത്, അതേപോലെയാണ് ഇത് വരുന്നത്. പക്ഷെ ഏകദേശം ഓറഞ്ചിന്റെ വലുപ്പത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് നല്ല, ഞാൻ പറഞ്ഞ സീഡ്ലെസ് ലെമണിനെക്കാട്ടിക്ക് എത്രയോ നല്ലതാണ്. പിന്നെ ആസാം ലെമൺ കണ്ടിട്ടില്ല, നീളത്തിൽ വരുന്നത്, അതും കുഴപ്പമില്ല. അത്യാവശ്യം നീര് നമ്മൾ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. ഇതാണ് വെരിഗേറ്റഡ് ബനാന. പല ആളുകളും ചോദിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ പണ്ട് കൊണ്ടുവന്ന സമയത്തും ഇതിന് ആളുകൾ കുറവായിരുന്നു. ഇപ്പം എല്ലാവരും ഒരു ഓർണമെന്റലായിട്ടും അതേപോലെ ഇത് കഴിക്കാനും പറ്റുന്ന ആയപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ പഴമായപ്പോൾ എല്ലാവരും, കാരണം ഓർണമെന്റൽ പഴങ്ങൾ ചുവപ്പ് ലീഫുകളൊക്കെ ഉണ്ട്, അതൊന്നും ഓർണമെന്റലാണ്, ഒന്നും പഴം കഴിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞാൽ നമുക്ക് നല്ല കഴിക്കാൻ പറ്റുന്ന ഞാലിപ്പൂവിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉള്ള ഒരു പഴമായിട്ടാണ് നമുക്ക് തോന്നിയത്. കാണാനും ഇത് കൊല വരുന്ന സമയത്തും ഇതേ കളറാണ് വരുന്നത്. പിന്നെ ഡബിൾ മഹാവി തായ്മൂസ എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു പ്രത്യേകതയാണ്. കാരണം ഡബിൾ മഹാവിക്ക് 2 കൊല വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ അടുത്ത് കുറച്ച് ഷോർട്ടാണ്. എന്തായാലും 2-3 വാഴക്കൊല കൊലച്ച് നിൽക്കേണ്ടത് വെട്ടാനുള്ളതുണ്ട്. അത് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി തൈകൾ കിട്ടും, ഒരു 10-50 തൈ കിട്ടും. എങ്ങനെ തൈകളൊക്കെ റേറ്റ് വരുന്നത്? തൈകൾ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് 750 രൂപക്കാണ്. 750 രൂപ. അത് പല ആളുകളും കമൻറ്റ് പറയുന്നുണ്ട്, ഒരു വാഴക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ തായ്ലൻഡിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇവിടെ ഏകദേശം മലപ്പുറം ജില്ലയിലുള്ള എല്ലാവരുടെ അടുത്തുള്ള എൻ്റെ തൈകളാണ് എത്തിയിട്ടുണ്ടാവുക. ആരെന്ത് പറഞ്ഞാലും ഈ തൈകളാണ് എത്തിയിട്ടുണ്ടാവുക. കാരണം എൻ്റെ അടുത്ത് അത്രയും മുന്നേ അവിടെ സാധനം എത്തിച്ചു. 700 തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് റിസൾട്ട്? ഒറ്റ വർഷം. വാഴ പോലെ, സാധാ വാഴ പോലെ തന്നെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഫസ്റ്റിൽ ഇത് കൊടുത്തത് 2000 രൂപക്കാണ്. പിന്നെ 1000 ആയി ഇങ്ങനെ വന്നതാണ്. ഈ സമയത്ത് ഞാൻ ആ 2000-ന് കൊടുത്ത ആളുകളെ കയ്യിൽ നിന്ന് 500 രൂപയായിട്ട് 10, 20, 50 തൈ വാങ്ങിയ ആളുകളുണ്ട്. ഞാൻ വാങ്ങിയിട്ടാണ്, തിരിച്ച് വാങ്ങിയിട്ടുണ്ട്. അവർക്ക് 2000 മുടക്കുള്ളൂ, പക്ഷെ അവർക്ക് 10,000, 20,000 ഞാൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്താണ്, ഇതിപ്പോൾ 750 വാങ്ങിയാലും ഒരു 250-300 രൂപയ്ക്ക് ഇത് കൊലച്ച് വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വാങ്ങും. ആരാണെങ്കിലും നമ്മൾ എടുക്കാൻ റെഡിയാണ്. ജബോട്ടിക്കാവുകളിൽ നമ്മളിത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു സാധനമാണ്. ഇത് കണ്ടോ, ഇതിലൊക്കെ വലിയ മരങ്ങളല്ലെങ്കിലും ഇതിലൊക്കെ പൂ വന്നിട്ടുണ്ടോ? പൂ വന്നിട്ടില്ല, കണ്ടോ? ഇതിൽ കായുള്ളതുണ്ടോ? ഇതിങ്ങനെയല്ല കേട്ടോ, ഇതിൻ്റെ അടുത്ത് ഏകദേശം ഒരു 100-200ഓളം തൈകൾ ഇത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. 200 തൈ ഉണ്ട്. അത് ഇതിന്റെ കവർ മാറ്റാത്ത ഒരു 1500 മുതൽ 2000-2200 വരെയുള്ള തൈകൾ ഇഷ്ടംപോലെ ഇതിലുണ്ട്. കായോട് കൂടി കൊടുക്കുക, കായോ പൂവോ ഉണ്ടാവും, ആ റേഞ്ചിൽ കൊടുക്കുക. പിന്നെ അതേമാതിരി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരു 2000 രൂപക്ക് ഏറ്റവും വലിയത്, ഇതിലുള്ള ഏറ്റവും വലിയത് വരെ 2000 രൂപക്ക്. പിന്നെ ഇത് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 വർഷത്തെ തൈകളാണ്, പഴക്കമുള്ള തൈകളാണ്. ഏത് വെറൈറ്റി വരുന്നത്? ഇതിൽ എസ്കാർലറ്റും റെഡ് ഹൈബ്രിഡും ഉണ്ട്, രണ്ടും ഉണ്ടല്ലോ. പിന്നെ എസാൽക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 അല്ലെങ്കിൽ 2.5 വർഷമായ തൈകളാണ്. ഇനി 5 വർഷം 6 വർഷമായ തൈകളുണ്ട്. അതും നമ്മൾ നല്ലൊരു ഓഫ് റോഡ് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ചെയ്യാം.